സോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആണ്. അതിൽ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ വരുന്ന ആദ്യത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് വൺ ഇസ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എഡ്യൂക്കേഷനും ഫിലോസഫിയും ആണ്. എഡ്യൂക്കേഷനകത്ത് കൂടുതലും നോളേജിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന സ്കില്ലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഡെഫിനിഷൻ എഴുതാം. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്. എന്തൊക്കെയാണ്? നോളേജും സ്കില്ലും എല്ലാം. വേറെ ഫിലോസഫി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് നോളേജ്, റിയാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്. മീൻസ് പണ്ടേ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വേറസ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലാണ്, നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കലാണ്. ഇപ്പം നമ്മൾ നേച്ചർ എന്ന് കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലാണ് ആൻഡ് ഫിലോസഫി തിയററ്റിക്കലാണ്. അപ്പോൾ തിയറി പ്രാക്ടിക്കൽ കഴിഞ്ഞു. അടുത്തത് ഇതിൻ്റെ ഫങ്ഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ഒരു കുട്ടിക്ക് നോളേജ് ഇമ്പാർട്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ, അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സ് വാട്ട്, എന്താണത്, ഹൗ, വാട്ടും ഹൗവും ആണെങ്കിൽ, വേറസ് ഫിലോസഫി ടെൽ യു വൈ ദറ്റ് ഹാപ്പൻഡ്, വൈ എന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറയുക, നേച്ചർ പറയുക, ഫങ്ഷൻ പറയുക. അടുത്തത് റിലേഷൻഷിപ്പ്. Education is the laboratory where philosophical truth are tested. Philosophical already exist ചെയ്യുന്നതാണ്. ഈ ഫിലോസഫിക്കൽ ട്രൂത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എഡ്യൂക്കേഷൻ. വേറസ് ഫിലോസഫി is the compass that give direction to the education system. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫിലോസഫി. ആ ഫിലോസഫി ടെസ്റ്റ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ആ കോമ്പസ് അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുന്നതാണ് ഫിലോസഫി. ഇനി ഔട്ട്കം നോക്കാം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, നേച്ചർ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻ പറഞ്ഞു ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഫൈനലി ഔട്ട്കം. എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം ഇറ്റ് ഈസ് റിസൾട്ട് ഇൻ മോഡിഫൈഡ് ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. വേറെ ഫിലോസഫിയിൽ റിസൾട്ട് ഇൻ എ സിസ്റ്റം വൈസ് വേൾഡ് വൈഡ് ആൻഡ് എ സെറ്റ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. അപ്പം നമുക്ക് അത് ആ ഒരു ഫിലോസഫിക്കൽ മെത്തേഡ് ആപ്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും ഫോളോ അപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു പ്രിൻസിപ്പിൾ സെറ്റാകും. ഇനി നെക്സ്റ്റ് ഈസ് ദ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് എന്ന പ്രോസസ്സ് ടീച്ചറാണ് കണ്ടക്ട് ചെയ്യുന്നത്. ലേണിംഗ് എന്ന പ്രോസസ്സിൽ സ്റ്റുഡൻ്റ് ആണ് അതിന് പാർട്ടിസിപ്പൻറ്റ്. അപ്പം ടീച്ചിങ് ഒരു പ്രോസസ്സാണ് ഇൻ വിച്ച് ദ ടീച്ചർ ടേക്ക് ദ ക്ലാസ്സസ്. Whereas learning is a process in which the learners acquire knowledge. ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആരാണ്? ടീച്ചിങ്ങിനകത്ത് ടീച്ചറും ലേണിങ്ങിനകത്ത് ലേണറുമാണ് വരുന്നത്. സോ ഡെഫിനിഷൻ പറഞ്ഞു, റോള് പറഞ്ഞു. ഇനി ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്സ് ഇൻവോൾവ് ഇൻ ദ ഡെലിവറി ഓഫ് ദ കോണ്ടൻറ്റ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ വേ ആണ് ടീച്ചിങ്. വേറാസ് ലേണിംഗ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ദേ അക്വയർ ദ നോളേജ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോഗ്നിറ്റീവ് ആൻഡ് എ സൈക്കോളജിക്കൽ പ്രോസസ് ഇൻക്ലൂഡിങ് മെൻറ്റൽ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിപ്പെൻഡൻസ്. ടീച്ചിങ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. അതായത് പഠനം എന്ന ഒരു ലേണിംഗ് എന്ന പ്രോസസ്സ് നടക്കാതെയും ടീച്ചിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടീച്ചർമാരാണെങ്കിലും സത്യം അത് വേണം. ചിലപ്പം ചില ടീച്ചർമാർ PPT നോക്കി അങ്ങ് വെറുതെ റാൻഡമായിട്ട് പഠിപ്പിച്ചങ്ങ് പോവുക. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ടീച്ചിങ്. പക്ഷേ ലേണിംഗ് അങ്ങനെ വരാൻ പറ്റുമോ? ലേണിംഗ് ക്യാൻ ഒക്കർ ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ദ ഫോർമൽ ടീച്ചിങ്. ഫോർമലായിട്ടുള്ള ടീച്ചിങ് ഇല്ലെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ബുക്ക് നോക്കി വായിക്കുന്നത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ? അല്ലല്ലേ. ഇനി ഇതിൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുമ്പം ടീച്ചിങ്ങിനകത്ത് നോളേജ് ഇമ്പാർട്ട് ചെയ്യാനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ലേണിംഗ് ഇറ്റ് ആക്റ്റീവ് മാസ്റ്ററി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാനുമാണ്. സോ ബേസിക്കലി ദ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടീച്ചിങ്? ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ടീച്ചിങ് എന്ന പ്രോസസ്സ് വഴി ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുകയും ലേണിംഗ് എന്ന പ്രോസസ്സ് വഴി ലേണർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഡെഫിനിഷൻ പോവാം. റോൾ എന്ന് പറയുന്നത് ടീച്ചറാണ് ടീച്ചിങ്ങിൽ, ലേണർ സ്റ്റുഡൻ്റാണ് ഇൻ ലേണിംഗ്. ഇനി ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയാം, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ടീച്ചർ മാക്സിമം
നോളേജ് കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ലേണിങ്ങിനകത്ത് ഒരു ബിഹേവിയർ അക്വയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ടീച്ചിങ് ലേണിംഗ് ഇല്ലാതെയും നടക്കും, പക്ഷെ ലേണിങ്ങും കംപ്ലീറ്റ്ലി നമുക്ക് ടീച്ചിങ് ഇല്ലാതെയും നടത്താൻ പറ്റും. അതാണ് മെയിൻലി ഇവിടെ ഡെഫിനിഷൻ പറയാം, റോള് പറയാം, പേർപ്പസ് പറയാം, ഇതിൻ്റെ ഡിപ്പെൻഡൻസി പറയാം, ആൻഡ് ഈവൻ ഗോൾ അല്ലെങ്കിൽ ഔട്ട്കമ്മും ഡിസ്കസ് ചെയ്യാം. ഇനി മൂന്നാമത്തെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്. പഠനം എന്നൊരു പ്രക്രിയയും അതേപോലെ തന്നെ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസാണ്. സോ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ്സ്, ഒരു പ്രോസസ്സാണ് ത്രൂ വിച്ച് അതായത് ഇപ്പം ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ നമ്മൾ ടീച്ചിങ്ങും ലേണിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. വേറെ ടീച്ചിങ് ഇസ് എ പ്രോസസ്സ് ഇൻ വിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് നോളേജ് മറ്റൊരു വ്യക്തിയിലോട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്കോപ്പ് എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് ആണ്, അത് ഒരിക്കലും തീരുന്നില്ല. ഫ്രം ദ വോംബ് ടിൽ ദ ടോം, അത് നമ്മുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്നത് മുതൽ ശവക്കല്ലറ വരെയും ദാറ്റ് എക്സിസ്റ്റ്. സോ അതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു സ്കോപ്പായിട്ട് പറയുന്നെങ്കിൽ ടീച്ചിങ് വളരെ സ്പെസിഫിക് ആണ്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫോർമൽ ആയിരിക്കാം, ഇൻഫോർമൽ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഫോർമലും ആയിരിക്കാം എഡ്യൂക്കേഷൻ. വേറസ് ടീച്ചിങ് അത് വളരെ ഫോർമലായിട്ടുള്ള മെത്തേഡാണ്. ദെൻ ഡ്യൂറേഷൻ, എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ് ആണ്, ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ടീച്ചിങ് കുറച്ച് നാളത്തേക്ക്, ഒരു സെറ്റ് ഓഫ് ടൈം പീരീഡ് പറയുന്നത് നമ്മളൊരു പീരീഡ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയല്ല. ഇനി ഇതിൻ്റെ ഏജൻസി എഡ്യൂക്കേഷൻ എവിടെ നിന്നൊക്കെ കിട്ടും? നമുക്ക് കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന്, സോഷ്യൽ മീഡിയാസിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ടീച്ചിങ് എന്ന പ്രോസസ്സ് കൂടുതലും നടത്തുന്നത് പ്രൈമർലി ഇൻവോൾവ് ബൈ എ ടീച്ചർ ആൻഡ് ഓൾസോ ഇൻസ്ട്രക്ടർ. ഒരു ടീച്ചറോ ഇൻസ്ട്രക്ടറോ അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ്ലി സ്വഭാവത്തിനെ നിർണ്ണയിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു ആളുടെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. വെൻ ഇറ്റ് കംസ് ടു ടീച്ചിങ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്യാനാണ് അവർ ശ്രദ്ധിക്കുന്നത്. സോ ഹിയർ വെൻ ദേ ആസ്ക് ഫോർ എ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്, നമുക്ക് പറയാം എഡ്യൂക്കേഷൻ്റെ ഡെഫിനേഷൻ എന്താണ്, ടീച്ചിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറയാം, അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളുണ്ട്, അതിൻ്റെ ഔട്ട്കം എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഇനി അടുത്തയാണ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ഫിലോസഫി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ അതിലെടുത്തിപ്പം അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷ്യമാണ്. അപ്പം ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കുന്നുണ്ട്. പെർട്ടിക്കുലർ ഒരു കാര്യത്തിന് മാത്രം നോക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൻ്റെ സ്കോപ്പ്, ഫിലോസഫിയുടെ സ്കോപ്പ് കൂടുതലും നമ്മുടെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് കൺസേൺ ചെയ്യുന്നതെങ്കിൽ, വേറെ ഒബ്ജക്റ്റീവ് ഇസ് ലിമിറ്റഡ് ടു എ സ്പെസിഫിക് കോഴ്സ്. മീൻസ് ഒബ്ജക്റ്റീവ് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യമായിരിക്കും ഉണ്ടാകുന്നത്. ടൈം ഫ്രെയിം ഫിലോസഫിയിൽ കുറേ ലോങ് ടേം ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ഷോർട്ട് ടേം ഡ്യൂറേഷനാണ്. ഇനി അടുത്ത സോഴ്സ്, ഫിലോസഫിയുടെ സോഴ്സ് കൂടുതലും സോഷ്യൽ വാല്യൂസ്, ട്രഡീഷൻസ്, ഫണ്ടമെൻ്റൽ ബിലീഫ്സ് ഒക്കെ ആണെങ്കിൽ ഒബ്ജക്റ്റീവ്സിൻ്റെത് കുറച്ചും കൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള ഫിലോസഫിയാണ് ഉള്ളത്. ഇനി ഇവാലുവേഷൻ, നമുക്ക് ഫിലോസഫിയിൽ ഒരു ഓവറോൾ കൾച്ചറൽ ഇവാലുവേഷൻ നടക്കാൻ പറ്റുമെങ്കിൽ ഒബ്ജക്റ്റീവ്സിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. കൂടുതൽ ആലോചിക്കുക, നമ്മുടെ ഫിലോസഫിയിൽ ബ്രോഡർ വേ ആണ്, കുറച്ചും കൂടി വൈഡർ ആണെങ്കിൽ, പിന്നെ ലോങ് ടേം ആണ് ഫിലോസഫി. വേറസ് ഒബ്ജക്റ്റീവ്സ് വരുമ്പം ഷോർട്ടർ പീരീഡാണ്, നാരോ ആണെന്നൊക്കെ. എൻ്റെ എന്താണ് പോയിൻ്റ് ഓഫ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാം, ഡ്യൂറേഷൻ പറയാം, ഔട്ട്കം പറയാം, പിന്നെ ഔട്ട്കം ഒക്കെ പറയാം. അടുത്തതാണ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നാച്ചുറാലിസം ആൻഡ് പ്രഗ്മാറ്റിസം. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഫിലോസഫിയുടെ പല ടൈപ്പും ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് അതിൻ്റെ നേച്ചർ എന്ന് പറയുക, അവിടുത്തെ റോൾ ഓഫ് ടീച്ചർ, കറിക്കുലം എങ്ങനെയാണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, ഒരു ഔട്ട്കം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്താൽ തന്നെ പോയിന്റുകളായി.
സോ ഫസ്റ്റ് വൺ നാച്ചുറാലിസം ഉണ്ട്, ഐഡിയലിസം, പ്രഗ്മാറ്റിസം ഉണ്ട്. നാച്ചുറാലിസത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു റിയാലിറ്റി എന്ന് പറയുന്നത് നേച്ചർ ഫോക്കസ്ഡ് ആണെങ്കിൽ, വേറെ പ്രഗ്മാറ്റിസം നോക്കുമ്പോൾ അവർ റിയാലിറ്റിയിൽ ആക്ഷൻസിലാണ് വിശ്വസിക്കുന്നത്. ഇനി നാച്ചുറലിസത്തിൻ്റെ ടീച്ചർ നേച്ചറും, വേറെ പ്രഗ്മാറ്റിസത്തിൻ്റെ ടീച്ചർ നമ്മുടെ ചെയ്യുന്ന ആക്ഷൻസും നമ്മുടെ ആക്ഷൻസുമാണ്. വേറെ ടീച്ചർ നാച്ചുറാലിസത്തിൻ്റെ ടീച്ചർ എന്ന് പറയുന്ന നേച്ചർ തന്നെയാണ്, അല്ലാതെ ഒരു ഫിസിക്കൽ ടീച്ചർ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുകയേ ഉള്ളൂ. ആൻഡ് പ്രഗ്മാറ്റിസത്തിന് അങ്ങനെ ടീച്ചർ എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ ആക്ഷൻസിൻ്റെ ഫലം അനുഭവിക്കണം എന്ന്. ഇനി കറിക്കുലം, ഓഫ്കോഴ്സ് രണ്ടിനും കറിക്കുലം പ്രത്യേകിച്ചില്ല. കറിക്കുലം ആണെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിലും അതൊന്നും നാച്ചുറാലിസത്തിലും ഇല്ല. വേറെ പ്രഗ്മാറ്റിസത്തിലും നമ്മുടെ ആക്ഷൻസിൻ്റെ കാരണം കൊണ്ടല്ലേ. പിന്നെ നമുക്ക് സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യാം. നാച്ചുറാലിസത്തിന് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെയാണ്. ആൻഡ് ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സോ ഫസ്റ്റ് വൺ റിയാലിറ്റിയാണ്. ഓഫ്കോഴ്സ് പറഞ്ഞതുപോലെ നേച്ചറാണ് അവിടുത്തെ ഏറ്റവും വലിയ റിയാലിറ്റി. പ്രഗ്മാറ്റിസത്തിന് നമ്മൾ ചെയ്യുന്ന വർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസാണ് അതിൻ്റെ ഫലം. വേറെ റോൾ ഓഫ് എ ടീച്ചർ ഒരു സൈലൻറ്റ് ഒബ്സർവറാണ് നാച്ചുറാലിസത്തിൽ. വേറെ ഇൻ പ്രഗ്മാറ്റിസം ടീച്ചർ ഇസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് എ കോ പാർട്ട്ണർ. കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ ആക്ഷൻസ്, ഇപ്പോൾ തീയിൽ നമ്മുടെ കൈ കൊണ്ടുവച്ചു പൊള്ളുന്നു, അത് നമ്മുടെ ആക്ഷൻ, നമ്മൾ അതിൻ്റെ ഫലം അനുഭവിക്കണം. ആദ്യമേ ടീച്ചർ പറയില്ല അത് ചെയ്യരുത് എന്നൊന്നും. ലെറ്റ് ദം ഡു, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കോ പാർട്ട്ണർ, കൂടെ ഉള്ള ഒരാൾ. കറിക്കുലം നാച്ചുറൽ സയൻസിലാണ് നാച്ചുറാലിസത്തിൽ വരുന്നത്. നാച്ചുറൽ സയൻസാണ് കറിക്കുലമെങ്കിൽ പ്രഗ്മാറ്റിസത്തിനകത്ത് സോഷ്യൽ ആക്ടിവിറ്റീസ്. ദെൻ ഡിസിപ്ലിൻ, നാച്ചുറൽ കോൺസിക്വൻസസ് ആണ് നാച്ചുറാലിസത്തിലെങ്കിൽ പ്രഗ്മാറ്റിസത്തിനകത്ത് സോഷ്യൽ ഡിസിപ്ലിൻ ത്രൂ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അവിടുത്തെ ഡിസിപ്ലിൻ എങ്ങനെയാണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയുള്ളൊരു സോഷ്യൽ ഡിസിപ്ലിനാണ്. വെൻ ഇറ്റ് കംസ് ടു വാല്യൂസ്, നാച്ചുറാലിസത്തിൻ്റെ വാല്യൂ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തതാണെങ്കിൽ പ്രഗ്മാറ്റിസത്തിനകത്ത് വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ മനുഷ്യനാണത് ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി, റോൾ ഓഫ് ടീച്ചർ, കറിക്കുലം എങ്ങനെയാണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, വാല്യൂ എന്താണെന്നും പറഞ്ഞു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഐഡിയലിസം ആൻഡ് നാച്ചുറലിസം? അപ്പോഴും നമുക്ക് നോക്കാം. ഐഡിയലിസത്തിൽ സ്പിരിച്വാലിറ്റി, നമ്മുടെ മൈൻഡാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നാച്ചുറാലിസത്തിൽ നേച്ചറാണ്. ഐഡിയലിസത്തിൽ ദൈവം അങ്ങനെയൊക്കെയാണ്. അവിടുത്തെ ഒരു റോൾ ഓഫ് ടീച്ചർ. നാച്ചുറലിസം നമുക്കറിയാം, റോൾ ഓഫ് ടീച്ചർ നേച്ചർ തന്നെയാണ്. ആൻഡ് ഫിസിക്കൽ ടീച്ചർ ഒരു ഒബ്സർവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു സൈലൻറ്റ് ഒബ്സർവർ. ഐഡിയലിസത്തിന് നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്തകളും തോട്ട്സൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഐഡിയലിസത്തിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റി പറഞ്ഞ പോലെ മൈൻഡ്, അതേപോലെ സ്പിരിറ്റ്, ഐഡിയാസും എല്ലാം ആണ്. വേറെ നാച്ചുറാലിസത്തിന് നേച്ചറാണ്. ദെൻ ഐഡിയലിസത്തിൻ്റെ ഗോൾ ഓഫ് ആക്ഷൻ സെൽഫ് റിയലൈസേഷൻ, സ്വന്തമായിട്ട് റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. വേറെ നാച്ചുറാലിസത്തിൽ സെൽഫ് എക്സ്പ്രഷനും ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുമാണ്. ദെൻ ഐഡിയലിസത്തിൻ്റെ ടീച്ചർ സ്പിരിച്വൽ ഗൈഡാണ്. സ്പിരിച്വൽ ഗൈഡ്, ഇപ്പം നമുക്ക് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ടാണെങ്കിൽ ടീച്ചർ സ്പിരിച്വൽ ഗൈഡാണ്. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും അവിടെ ഐഡിയലിസം, ഇപ്പം ഡിസ്കഷൻ, ലെക്ചർ മെത്തേഡ്, പിന്നെ ഇൻ്റലക്ച്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിൽ നാച്ചുറാലിസത്തിൽ പ്ലേ ബൈ മെത്തേഡ്, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ഗെയിംസാണ്. ഐഡിയലിസത്തിൻ്റെ കറിക്കുലം കൂടുതലും റിലീജിയനാണ്. എത്തിക്സ് ഒക്കെ ആണെങ്കിൽ നാച്ചുറാലിസത്തിന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെയാണ് വരുന്നത്. അടുത്തയാണ് പ്രഗ്മാറ്റിസവും എക്ലിറ്റിസവും. പ്രഗ്മാറ്റിസം നേരത്തെ പറഞ്ഞു അത് നമ്മുടെ ആക്ഷൻസ് ആണെന്ന്. അപ്പം ആക്ഷൻസ് ആണ് അവിടുത്തെ. എക്ലിറ്റിസം നമുക്ക് ഒരുപാട് ഫിലോസഫി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യാം. മൾട്ടി ഐറ്റംസിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യുക ചെയ്യുന്നത്.
സോ എന്താണ് കോർ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. പ്രഗ്മാറ്റിസത്തിൽ യൂട്ടിലിറ്റി ആൻഡ് പ്രാക്ടിക്കൽ കോൺസിക്വൻസസ് ആണ്, അതാണ് അതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ ഓഫ് ട്രൂത്ത്. വെറസ് എക്ലറ്റിസത്തിൽ സെലക്ഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ബെസ്റ്റ് എലമെൻറ്റ് ഫ്രം വേരിയസ് ഫിലോസഫീസ്, ഒരുപാട് ഫിലോസഫീസിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യുന്നതാണ് എക്ലറ്റിസം. ദെൻ പ്രഗ്മാറ്റിസത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് വർക്ക്, വാട്ട് വർക്ക്സ്, വാട്ട്സ് ആക്ഷൻ. വേറസ് ഇൻ എക്ലറ്റിസം അത് പ്രത്യേകിച്ച് ഒരു സിംഗിൾ ഫിലോസഫിയിൽ അഡ്ഹർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. ദെൻ പ്രഗ്മാറ്റിസത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഹൈലി ഫ്ലെക്സിബിൾ ആണ്, കാരണം നമ്മുടെ സോഷ്യൽ നീഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആക്ഷൻസും ബിഹേവിയറും എല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് മൂവിങ് ടു എക്ലറ്റിസം എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് ഫിലോസഫിക്കൽ മെത്തേഡും ചൂസ് ചെയ്യും. അതായത് ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒന്നാണ് എക്ലറ്റിസം. നമുക്ക് നമ്മുടെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്രോച്ച് പ്രഗ്മാറ്റിസം കൂടുതലും എക്സ്പെരിമെൻ്റലാണ്, എക്സ്പെരിമെൻ്റൽ ഫോക്കസ്ഡ് ആണെങ്കിൽ എക്ലറ്റിസം ഹാർമോണിയസ് ആണ്. ആൻഡ് പ്രഗ്മാറ്റിസത്തിൻ്റെ ഒറിജിന് ഡിസ്റ്റിങ് ഫിലോസഫിക്കൽ സ്കൂള്, വേറസ് എക്ലറ്റിസത്തിൻ്റെത് സിന്തസിസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കൂൾ ഓഫ് തോട്ട്സ്. വേണമെങ്കിൽ നമുക്ക് പ്രൊപ്പോണൻസിൻ്റെ പേര് പറയാം കേട്ടോ, ആരാണിത് കൊണ്ടുവന്നത് എന്നൊക്കെ പ്രൊപ്പോണൻസിൻ്റെ പേര്. ദെൻ ഐഡിയലിസവും പ്രഗ്മാറ്റിസവും ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയലിസം എന്ന് പറയുന്നത് അവിടുത്തെ സ്പിരിച്വാലിസം ആണ്, വേറെ പ്രഗ്മാറ്റിസം ആക്ഷനാണ്. ഐഡിയലിസത്തിനകത്ത് അവിടുത്തെ സ്പിരിച്വൽ ടീച്ചറാണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി മൈൻഡും തോട്ടും ആണെങ്കിൽ പ്രഗ്മാറ്റിസത്തിന് നമ്മുടെ തന്നെ ആക്ഷൻസും അതിൻ്റെ കോൺസിക്വൻസസും ആണ്. വേറെ കറിക്കുലത്തിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കറിക്കുലം റിലീജിയനും എത്തിക്സും ആണ്. വേറെ നമ്മുടെ പ്രഗ്മാറ്റിസത്തിൻ്റെ കറിക്കുലം എന്താണ്, അവിടെ പ്രഗ്മാറ്റിസം ആക്ഷൻസ് അല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് കറിക്കുലം ഒന്നുമില്ല, സോഷ്യൽ ആക്ടിവിറ്റീസാണ് കറിക്കുലം. പിന്നെ ചൈൽഡിൻ്റെ റോള്, ചൈൽഡ് സ്പിരിച്വലി അഡാപ്റ്റഡ് ആവണം. ഇവിടെ ചൈൽഡ് സെൻറ്റേർഡ് ആണ്, അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ലെറ്റ് ഹിം ഡു, ഇഷ്ടമുള്ള കാര്യം ചെയ്ത്, സിമ്പിൾ. ലേണിംഗ് പ്രോസസ്സ് ഐഡിയലിസത്തിൽ കൂടുതൽ നമ്മുടെ മെൻറ്റൽ പീസ് അല്ലെങ്കിൽ മെൻറ്റൽ ഡിസിപ്ലിൻ ഫോക്കസ്ഡ് ആണ്. വേറസ് പ്രഗ്മാറ്റിസം ഇസ് ഓൾ അബൌട്ട് ആക്ടിവിറ്റീസ്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനിയുണ്ട് നാച്ചുറലിസം എക്ലറ്റിസം തമ്മിൽ ആൻഡ് പലതുണ്ട്. ഇപ്പം എന്താ ചോദിക്കേണ്ടത്, മോഡേൺ ടൈപ്പുണ്ട്, ട്രഡീഷണൽ ടൈപ്പുണ്ട്. ട്രഡീഷണലിനകത്ത് തന്നെ വരുന്നതാണ് ഈ ഐഡിയലിസം, നാച്ചുറലിസം, ദെൻ പ്രഗ്മാറ്റിസം, റിയലിസം. ഇനി മോഡേണിലോട്ട് പോകുന്ന സമയത്ത് പെരിനിയലിസം, എസെൻഷ്യലിസം, എക്സിസ്റ്റൻഷ്യാലിസം, അങ്ങനെ പറയുന്നിടത്ത് നമുക്ക് പലതും ചോദിക്കാം. എക്ലറ്റിസം ചോദിക്കാം ഡിഫറൻസ് ആയിട്ട്. എല്ലായിടത്തും പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റോൾ ഓഫ് ടീച്ചർ, ഡിസിപ്ലിൻ, കറിക്കുലം, ഗോള്, അല്ലെങ്കിൽ റോൾ ഓഫ് ചൈൽഡ്, ഇതെല്ലാമാണ് പറയാൻ പറ്റുന്നത്. പിന്നെ മെത്തഡോളജീസ്. ഇനി അടുത്തയാണ് 10ാമത്തെ ടോപ്പിക്കായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അഥവാ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊണ്ട് റിഫ്ലക്റ്റീവ് ലേണിംഗ് ഉണ്ട്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനകത്ത് എക്സ്പീരിയൻസിലൂടെ അവൻ പഠിക്കുന്നു. റിഫ്ലക്റ്റീവ് ലേണിങ്ങിനകത്ത് ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായി ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ട് അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. സോ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആക്ഷൻസിലാണ്, അങ്ങ് ചെയ്യുക, അങ്ങ് ചെയ്യുക. വേറെ റിഫ്ലക്റ്റീവ് ലേണിങ്ങിനകത്ത് അനാലിസിസ്, ഞാൻ അനലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സ് എക്സ്പീരിയൻഷ്യൽ ആണെങ്കിൽ സൈക്കിൾ ഓഫ് കോൺക്രീറ്റ് എക്സ്പീരിയൻസും ഉണ്ട്, ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ഉണ്ട്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ആക്റ്റീവായിട്ടുള്ള എക്സ്പെരിമെൻസും. വേറസ് റിഫ്ലക്റ്റീവ് ലേണിങ്ങിനകത്ത് കൂടുതലും ഒബ്സർവേഷനും ആൻഡ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്ച്വലൈസേഷനും ആണ്. ടൈമിങ് എക്സ്പീരിയൻഷ്യൽ ആണെങ്കിൽ ആ ഒരു മൊമെൻ്റാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. വേറസ് റിഫ്ലക്റ്റീവിനകത്ത് ഒരു ഇവൻറ്റിന് ശേഷം നമ്മൾക്ക് റിഫ്ലക്റ്റഡ് ആവും, നമ്മുടെ ചിന്തിക്കുന്നു, അതെല്ലാമാണ്. ആൻഡ് പിന്നെ ഔട്ട്കം എക്സ്പീരിയൻഷ്യലിനകത്ത് നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ല് മേ ബി കുറച്ചുകൂടി കൂടാൻ നമുക്ക് നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റും. റിഫ്ലക്റ്റീവിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് പവറും സെൽഫ് അവെയർനെസ്സും അനാലിസിസ് പവറൊക്കെ കൂടും. മെയിൻലി ഇവിടെ നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, എന്താണ് അതിൻ്റെ ഫോക്കസ്, ഡെഫിനിഷൻ, ഫോക്കസ്, പ്രോസസ്സ്,
ടൈമിങ് ആൻഡ് ഔട്ട്കം. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് ഡെഫിനിഷനും പർപ്പസും ഔട്ട്കമ്മും എഴുതാം. പിന്നെ ഒരു പോയിൻറ്റും കൂടി ആലോചിക്കുക, അതിപ്പം ടൈമിംഗ് ആയിരിക്കാം. സോ ഇന്നും ഇത്രയും ഒരു ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് സെഷനകത്ത് നമ്മൾ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ആർ കുറച്ചൊക്കെ ക്ലിയർ ആണെന്ന്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. മറക്കല്ല കേട്ടോ ഇതൊക്കെ പഠിക്കാനായിട്ട്. ടാറ്റാ.